പ്രിയമുള്ളവരെ, നമുക്ക് കുറച്ച് സമയം കൊണ്ട് സൂറത്തുൻ നസ്റിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കിയാലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ്. അള്ളാഹുവിൻ്റെ സഹായവും അതുപോലെ മക്കയുടെ വിജയവും വന്നാൽ, അള്ളാഹുവിൽ നിന്ന് സഹായം ലഭിക്കുകയും മക്ക വിജയിക്കുകയും ചെയ്താൽ, വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. അള്ളാഹുവിൻ്റെ ദീനാകുന്ന പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി പ്രവേശിക്കുന്നത് അങ്ങ് കാണുകയും ചെയ്താൽ, മുമ്പ് വളരെ കുറച്ച് ആളുകളായിരുന്നു കടന്നു വന്നിരുന്നത്, എന്നാൽ ഇപ്പോൾ കൂട്ടം കൂട്ടമായി ആളുകൾ കടന്നു വരാനിരിക്കുന്നു. അങ്ങനെ കണ്ടാൽ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, അങ്ങയുടെ രക്ഷിതാവിനെ അങ്ങ് സ്തുതിക്കുകയും അവൻ്റെ പരിശുദ്ധതയെ വാഴ്ത്തുകയും ചെയ്യുക. അതായത് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ എന്ന ദിക്ർ പതിവാക്കുക. വസ്തഗ്ഫിർഹു, അവനോട് പാപമോചനം തേടുക, അഥവാ അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന ദിക്റും ധാരാളമായി ചൊല്ലുക. ഇന്നഹു കാന തവ്വാബൻ, തീർച്ചയായും അവനിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നവരുടെ തെറ്റുകളെല്ലാം പുറത്ത് അവൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാകുന്നു. ഈ പരിശുദ്ധമായ സൂറത്തുൻ നസ്റിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്, അള്ളാഹുവിൻ്റെ സഹായം അങ്ങേക്കൊണ്ട് മുക്കൈദ ഫത്ഹാകാൻ പോവുകയാണ്. ആളുകളെല്ലാം കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. പരിശുദ്ധമായ ദീനിൻ്റെ പ്രബോധനമായിരുന്നല്ലോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായിരുന്ന ആ ദൗത്യം. അതിതാ ഇവിടെ പൂർണ്ണമാകാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബികൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് വിട പറയാനായി എന്ന് ഈ സൂറത്തിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഈ നന്മ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക.